ശ്രദ്ധയ്ക്ക്. കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാം വിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെയും നഗ്നമായതും ഒന്ന് ഗ്രാമഫെറ്റുണ്ട്, കുട്ടികളെയും നഗ്നമായതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ജനനേന്ദ്രിയങ്ങളും ഇതൊക്കെ കാണിച്ചു എന്നാണ്. ഇതൊക്കെ ശ്വേതാ മേനോൻ എങ്ങനെയാണ് കാണിക്കുന്നത് വേറൊരാളുടെ? ഒന്ന് ഒതുക്കേ. എങ്ങോട്ട്? ഇങ്ങോട്ട്. ഉഫു, വെള്ളമല്ല സാറേ കാണിച്ചേ. ഇനി വല്ല സിറിഞ്ചോ പോകുക. ശ്വേതാ മേനോൻ കോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഹോട്ട് ആൻഡ് സെക്സി വീഡിയോസ് ഓഫ് ആക്ടർ ശ്വേതാ മേനോൻ എന്ന് യൂട്യൂബിലും ഗൂഗിളിലും തിരഞ്ഞാൽ അത്തരത്തിലുള്ള വൾഗറൊക്കെ എന്തോ ഫോട്ടോസ് വീഡിയോസ് കിട്ടും. ശ്വേതാ മേനോൻ കാമസൂത്ര ഫോട്ടോസ് എന്ന് യൂട്യൂബിലും ഗൂഗിളിലും വെബ്സൈറ്റിലും തിരഞ്ഞാൽ സാറേ താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഞാൻ പോട്ടെ, അതൊക്കെ ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ, വിട്ടേക്ക്. ഞാൻ ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് പോൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു തലവേദനയായല്ലോ. ആവശ്യക്കാരൻ ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ടാ. അത് ശരി, അപ്പൊ ബ്രോക്കർ ആണല്ലേ? അതിന് ഉത്തരവാദിയാണോ എന്നുള്ളത് ഇനി അവരാണ് പറയേണ്ടത്. പുത്തൻകുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിനടുത്തുള്ള സ്ഥല അവതാരം എനിക്കറിയില്ല. അഭിനയിച്ച ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും ഞരമ്പ് രോഗികൾ എടുത്ത് ഏതെങ്കിലും സൈറ്റിലിട്ടാൽ അതിന് അവരെങ്ങനെയാണ് ഉത്തരവാദികളാവുക? ശ്രീ മാർട്ടിൻ മേനാച്ചേരി കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം, അപ്പ കാണും മാർക്ക്. പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഞാൻ പോട്ടെ, അതൊക്കെ ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ, വിട്ടേക്ക്. എന്തോ ചീഞ്ഞു നാർന്നില്ലേ സാർ? ആ നാർന്നുണ്ട്. താൻ രാവിലെ എന്റെ കാറിൽ കയറിയപ്പോത്തോട്ട് സഹിക്കുന്നുണ്ട് ഞാൻ ഈ നാറ്റം. ഓടോ. അതെന്തിനാന്ന് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ കാണിച്ചുകൊണ്ട കാര്യം എന്താ താങ്കൾക്ക്? നീ എന്തോ ഉമേഷ് ഇങ്ങനെ? നിന്റെ അമ്മ നിന്നെ കുറിച്ച് എത്രമാത്രം പറയടാന്നറിയോ? മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട്? യഥാർത്ഥ കലാകാരൻ എന്നും പട്ടിണിക്കാരനാ. എന്നെ ഇന്ന് നിങ്ങൾ അംഗീകരിക്കില്ല, നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ അനുശോചന സമ്മേളനം, പ്രതിമ ഉണ്ടാക്കൽ, അതൊക്കെ പോട്ടെ. ആ 100 രൂപ കിട്ടിയാൽ എനിക്കങ്ങ് പോകായിരുന്നു എന്ന് കരുതി രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകൾ താങ്കൾക്ക് ഈ പറയുന്ന 10-30 എണ്ണോ. അപ്പൊ താങ്കൾ സ്ഥിരം പോൺ വെബ്സൈറ്റുകളുടെ ആരാധകനാണോ ശ്രീ മാർട്ടിൻ മേനാച്ചേരി? ആശാന്റെ ഗുസ്തി കണ്ട് ആദ്യം ആശാനോടായിരുന്നു ആരാധന. ആശാന്റെ മോനായതുകൊണ്ട് അല്പം ആരാധന തലയിലോട്ടും പോയി. അതൊരു തെറ്റാണോ ആശാൻ? അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഏതെങ്കിലും സൈക്കോളജിനെ കാണണം. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. രക്തത്തിലുള്ള റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അളവ് വിട്ട് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മാർട്ടിൻ രാജ്യത്ത് മറ്റാർക്കും കാണാൻ കഴിയാത്ത, രാജ്യം നിയമം മൂലം നിരോധിച്ച ബാൻഡ് വെബ്സൈറ്റുകൾ താങ്കൾ കുത്തിയിരുന്ന് കാണുക, എന്നിട്ട് കുത്തിയിരുന്ന് കണ്ട് ഇത് മൊത്തം സെർച്ച് ചെയ്തെടുക്കുക, എന്നിട്ട് അവിടെ യഥാർത്ഥ പോൺ വീഡിയോ കാണാതെ ഈ തുണ്ടും തൊടിയുള്ള ഈ സാധനം ഏതോ ഞരമ്പ് രോഗി അപ്ലോഡ് ചെയ്യുന്ന സാധനം താങ്കൾ അതുകൊണ്ട് കോടതിയിലേക്ക് പോവുക. താങ്കൾക്കാണോ പ്രശ്നം? ശ്വേതക്കാണോ പ്രശ്നം? പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ.